കാർഷിക ജൈവ സംസ്കരണ മേഖലകളിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന ഈരാറ്റുപേട്ട സ്വദേശി ജോഷി ജോസഫ് രൂപകൽപ്പന ചെയ്ത മെഷീന് രാജ്യാന്തര പുരസ്കാരം ലഭിച്ചു. കോവിഡ് സമയത്ത് കൃഷി ആവശ്യത്തിനായി നിർമ്മിച്ച മെഷീൻ പിന്നീട് വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുകയായിരുന്നു. അരിയുക, പൊടിക്കുക, അരയ്ക്കുക തുടങ്ങി വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഈ മെഷീൻ ഉപയോഗിക്കാം. ചെറുതും വലുതുമായ നിരവധി ജൈവവള യൂണിറ്റുകളിലും പച്ചക്കപ്പപ്പൊടി യൂണിറ്റുകളിലും മെഷീൻ ഉപയോഗിച്ചു വരുന്നുണ്ട്. ജൈവമാലിന്യ സംസ്കരണത്തിനായി ഈരാറ്റുപേട്ട നഗരസഭ ഉപയോഗിക്കുന്നതും ഈ മെഷീൻ തന്നെയാണെന്ന് ജോഷി ജോസഫ് പറയുന്നു. മെഷീനാണെങ്കിൽ അതിൽ പൊടിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അരിയുന്ന മെഷീനിൽ അരിയാൻ മാത്രമേ പറ്റുള്ളൂ. അരയ്ക്കുന്ന മെഷീനിൽ അരയ്ക്കാനായിട്ട് മാത്രമേ സാധിക്കൂ. എന്നാൽ എൻ്റെ ഈ മെഷീനിൽ പൊടിക്കാനായിട്ട് സാധിക്കും, അരിയാനായിട്ട് സാധിക്കും, അരയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് ഈ മെഷീൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പൊടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൈവവളങ്ങളൊക്കെ ചെയ്യുന്നവർ, ഇത് ഫുഡ് ഗ്രേഡ് അല്ലാത്തതുകൊണ്ട് ഫുഡ് ആവശ്യങ്ങൾക്ക് ഞാൻ പറയുന്നില്ല, മറ്റുള്ള ആവശ്യങ്ങൾക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ജൈവവളങ്ങളൊക്കെ ചെയ്യുന്നവർ പിണ്ണാക്ക്, ചാണകം, അല്ലെ കക്ക, പച്ചക്കക്ക ഇതുപോലുള്ള എന്തും നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അരിയുക എന്നുള്ളത് നമുക്ക് പുല്ല്, പശുവിനൊക്കെയുള്ള പുല്ലരിയാം, അല്ലെങ്കിൽ വേസ്റ്റൊക്കെ അരിഞ്ഞ് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ട് അരിയാനായിട്ട് സാധിക്കും. അങ്ങനെ എന്ത് സാധനങ്ങളും അരിഞ്ഞെടുക്കാനായിട്ടുള്ളത് ഡ്രിൽ മെഷീൻ തന്നെ അത് സാധിക്കും. 2022 കേരള റൂറൽ ഇന്നൊവേഷൻ അവാർഡും 2023 കേരള സയൻസ് കോൺഗ്രസ് അവാർഡും മെഷീന് ലഭിച്ചിരുന്നു. ശുചിത്വ മിഷന്റെ അംഗീകാരത്തിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ സ്പാം പദ്ധതിയിൽപ്പെടുത്തി അംഗീകാരത്തിനായി ശ്രമിക്കുകയാണെന്നും ജോഷി ജോസഫ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.